ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു തക്കാളി കൊണ്ട് അലുവ ഉണ്ടാക്കുകയാണ്. ആദ്യമായിട്ട് ഉണ്ടാക്കണതാണ്. 4 തക്കാളി ഉണ്ട്. കണ്ടോ, ഇതുപോലത്തെ 4 തക്കാളി. അത് ഞാൻ മിക്സിയിൽ അടിച്ചെടുക്കാൻ പോവാം. തക്കാളി ഇതുപോലെയാണ് കേട്ടോ പേസ്റ്റാക്കി എടുത്തേക്കണേ. ഒട്ടും വെള്ളം ഒഴിക്കാണ്ട് അടിച്ചതാണ്. എന്നിട്ടും ഇതുപോലെയാണ്. എന്നിട്ട് നന്നായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ തക്കാളിയുടെ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. തക്കാളി തിളച്ച് ഒരു വിധം കുറുകി വരുന്നുണ്ട്. ഞാൻ അതിനകത്തേക്ക് ശർക്കര നീര് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. 5 ചെറിയ ഉണ്ട ശർക്കര എന്ന് വെച്ചാൽ അച്ചുണ്ട ശർക്കരയില്ലേ, അതാണ്. അത് കുറച്ച് വെള്ളം ഒഴിച്ച് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മെൽറ്റ് ചെയ്തെടുത്താണ്. അതിൻ്റെ അകത്തേക്ക് തക്കാളിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ശർക്കര നീര് ഒഴിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തക്കാളിയുടെ കളർ കുറഞ്ഞു കേട്ടോ. തിളച്ച് വരട്ടെ. തക്കാളിയും ശർക്കരയും തിളച്ച് വരുമ്പോഴത്തേക്കും ഇത് തേങ്ങാപ്പാലാണ് കേട്ടോ. ഒരു തേങ്ങയുടെ പകുതി പിഴിഞ്ഞെടുത്തേക്കണതാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് 2 പ്രാവശ്യം പിഴിഞ്ഞെടുത്തേക്കുന്നതാണ്. അതിനകത്തേക്ക് കോൺഫ്ലവർ 4 സ്പൂണ് കോൺഫ്ലവർ ഉണ്ട്. ഒരു പൊട്ട് ഉപ്പിട്ടാ. അധികം ഉപ്പിടില്ല. അലുവയ്ക്ക് അങ്ങനെ ഉപ്പിൻ്റെ ആവശ്യമില്ലല്ലോ. എന്നാലും കോൺഫ്ലവറിൽ ഒരു ചെറിയ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്താലും അടപ്പത്തെ കൂട്ടിലേക്ക് ഒഴിക്കുമ്പോൾ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് വേണ്ടിട്ട് ഒഴിച്ചു കൊടുക്കുക. നല്ലോണം മിക്സായിട്ടുണ്ട്. കണ്ടോ, ഒന്നോടെ മിക്സായ കൊണ്ട് ചെറിയ കട്ടകൾ എടുക്കുന്നുണ്ട്. ഞാൻ ഈ മിക്സിലേക്ക് തേങ്ങാപ്പാലിൽ കോൺഫ്ലവർ കലക്കി വെച്ചേക്കണത് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. കട്ടയായിട്ടില്ല. ഇപ്പം തന്നെ കലക്കിയായിരുന്നു. ഇനി നന്നായിട്ട് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കോൺഫ്ലവർ പെട്ടെന്ന് കട്ടയാവും. കോൺഫ്ലവർ ഒഴിച്ച് ഇപ്പോൾ തേങ്ങാപ്പാലിൽ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇത് കട്ടയായിട്ടോ. ഉണ്ടോ, ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇത്രയും 3/4 സ്പൂണ് ഏലക്ക പൊടിച്ചതാണ് കേട്ടോ. ഏലക്ക പൊടിച്ചത് എന്ന് വെച്ചാൽ പഞ്ചസാര കൂട്ടി പൊടിച്ചത്.
അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവാറായിട്ടുണ്ട്. ഒന്നുകൂടെ ഇങ്ങോട്ട് ഇതാവണം. തക്കാളി അലുവയുടെ മിക്സ് ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. തക്കാളി ആണ് കറിയിലിടണതാണ് എന്നുള്ള ചിന്ത വേണ്ട. എന്തുകൊണ്ടും അലുവ ഉണ്ടാക്കാമെന്ന് തെളിയിക്കുന്നതാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ. ഇപ്പോൾ ചക്കക്കുരു, ചക്ക, എല്ലാ സാധനങ്ങളും കൊണ്ടും എല്ലാം ഉണ്ടാക്കാമല്ലോ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾ എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാനുള്ള മനസ്സ് കാണിക്കണം കേട്ടോ. കാണുന്നവർ കാണാൻ ശ്രമിക്കണം. നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ബെല്ലും ഓളും കൂടി പ്രസ് ചെയ്താലാണ് കേട്ടോ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. കണ്ട നന്നായിട്ട് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. ഇതിപ്പോൾ നല്ല ആയിട്ടുണ്ട്. നല്ലോണം വിട്ട് വരുന്നുണ്ട്. എല്ലാവരും ഇത് ചെയ്ത് നോക്കാം കേട്ടോ. എനിക്ക് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മനസ്സ് കാണിക്കണം കേട്ടോ. നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഞങ്ങളെപ്പോലെയുള്ളവരുടെ വിജയം. മിക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉണ്ടാവും നന്നായിട്ട് ഇട്ട് വരുന്നുണ്ട് പാത്രത്തിൽ നിന്ന്. ഞാനിത് ഓഫ് ചെയ്യാണ്. ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കേക്ക് ട്രേ ആണ്. ഇതിനകത്ത് 2 തുള്ളി നെയ്യ് ഒഴിച്ചിട്ട് തടവിയിട്ട് ഇത്തിരി കശുവണ്ടി ക്രഷ് ചെയ്തെടുത്തത് ഇട്ട് കൊടുത്തേക്കുന്നതാണ്. ഞാൻ അലുവയുടെ കൂട്ട് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് ചൂടോടെ തന്നെ നിരത്തി കൊടുക്കണം കേട്ടോ. ചൂടാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കട്ടിയാവും. ഞാൻ ഇതിൻ്റെ മീതെ കൂടി കുറച്ച് കശുവണ്ടി പരിപ്പിൻ്റെ ക്രഷ് ചെയ്തതിൻ്റെ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഇടാം. ഞാൻ ഇടണമെന്ന് മാത്രം, കാണാനൊരു ഭംഗിയായിരിക്കും. ഇത് കുറച്ച് നേരം റൂം ടെമ്പറേച്ചറിൽ ഒന്ന് ഇരുന്നിട്ട് എടുക്കാം. ഞാൻ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ എനിക്ക് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള മടി കാണിക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലും ഓളും കൂടി പ്രസ് ചെയ്താലാണ്ട് ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അടുത്ത ഞാൻ മുറിച്ച് കാണിക്കുന്നുണ്ട്, അത് കുറച്ച് കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. അലുവ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞെങ്കിലും ഞാൻ മുറിച്ച് കാണിക്കാമെന്ന് പറഞ്ഞായിരുന്നു. ഞാനൊന്ന് മുറിക്കാം.
കണ്ടോ, ഇതാണ് തക്കാളി അലുവ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഇത് ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ നേരത്തെ ഇത് പറഞ്ഞു നിർത്തിയതാണ്, എന്നാലും ഇത് മുറിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഞാൻ ഈ കശുവണ്ടി കുറച്ച് ക്രഷ് ചെയ്തിട്ടത് കൊണ്ടാണ് എങ്ങനെ ഇരിക്കണേ. നല്ല അടിപൊളി ടേസ്റ്റുള്ള സാധനമാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ളതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ മുമ്പ് പറഞ്ഞതാണ്. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ പ്രോത്സാഹനമാണ് എൻ്റെ വിജയം.